ദൈവത്തെ കുറിച്ച് താങ്കളുടെ അഭിപ്രായം? അതായത് ഒരു വ്യക്തി എന്ന് പറയുന്നത്, ഞാൻ ചോദ്യത്തിലേക്ക് അവസാനം വരും കേട്ടോ, ശേഷം എന്ന് പറയണം. ഒരു വ്യക്തി എന്ന് പറയുന്നത് 3 ശരീരമാണ് ഞാൻ മനസ്സിലാക്കിയതാണ്. സ്ഥൂല ശരീരം, സൂക്ഷ്മ ശരീരം, കാരണ ശരീരം. ഈ അച്ഛനും അമ്മയും ചേർന്ന് ശരിക്കും ഒരു സ്ഥൂല ശരീരമാണ് നമുക്ക് വരുന്നത്. ഒരു മാംസക്കട്ടിയാണ് ഒരു അച്ഛനും അമ്മയും ഉണ്ടാക്കിയിട്ടുള്ളത് യഥാർത്ഥത്തിൽ. അത് ജീവനുള്ള കുട്ടിയാവണമെങ്കിൽ ഇവിടെയുള്ള ഒരു ഫോഴ്സ് ഉണ്ട്. ദൈവം ഉണ്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ശക്തിയുണ്ട്, ഇല്ലെന്ന് പറയാൻ പറ്റില്ല. ആ ശക്തിയിൽ നിന്ന്, അതായത് ഒരു ശക്തിയിൽ വലിയ കാന്തമാണെങ്കിൽ ആ കാന്തത്തിന്റെ ഒരു ചെറിയ അംശം ഈ അച്ഛനമ്മ ഉണ്ടാക്കിയിട്ട മാംസപിണ്ഡത്തിലേക്ക് വന്നാൽ ഇത് ജീവനുള്ള കുട്ടിയാകുന്നു. അതല്ല എങ്കിൽ ഈ കുട്ടി അമ്മ കയ്യിൽ പ്രസവിക്കുന്നേ ഉള്ളൂ, കുട്ടി മരിച്ച കുട്ടിയും. അതിന് ഏറ്റവും വലിയ തെളിവാണ്. ഇപ്പൊ അച്ഛനും അമ്മയാണ് ഒരു കുട്ടിക്ക് ജന്മം കൊടുക്കുന്നത് പറഞ്ഞാൽ ഞാൻ പറയുന്നത് തെറ്റാണ്. എങ്കിൽ ഒരു കുട്ടി അമ്മ പ്രസവിച്ചു കൊടുക്കുന്ന ഒരു കുട്ടി എന്തുകൊണ്ടാണ് മരിക്കുന്നത്? അച്ഛനമ്മയ്ക്ക് ആ കുട്ടിയുടെ ദേഷ്യമുണ്ടോ ഞാൻ ചോദിച്ചു. കാരണം അച്ഛനും അമ്മയാണ് ഒരു കുട്ടിക്ക് ജന്മം കൊടുക്കുന്നതെങ്കിൽ അവർ കുട്ടി മരിക്കുന്നതിന് ഉത്തരവാദിത്വം അച്ഛനമ്മയ്ക്ക് വരില്ല. നിങ്ങൾ എന്തെങ്കിലും മരിക്കുകയാണെങ്കിൽ അതിന്റെ ഉത്തരവാദിത്വം അച്ഛനമ്മയ്ക്ക് വരില്ല. ആരാണോ തരുന്നത് ആ വ്യക്തിക്ക് മാത്രമേ ഒരു കാര്യം തിരിച്ചെടുക്കാനുള്ള കഴിവുള്ളൂ. ആലോചിച്ചു, അച്ഛനും അമ്മയും അല്ല ഒരു കുട്ടിക്ക് ജന്മം കൊടുക്കുന്നത്. നിങ്ങളുടെ ശരീരത്തിന് മാത്രമേ അച്ഛനമ്മയ്ക്ക് ഉത്തരവാദിത്തമുള്ളൂ. നിങ്ങൾ നിലനിൽക്കുന്ന നിങ്ങളുടെ ജീവന്, നിങ്ങളുടെ ആത്മാവിന് ഒരിക്കലും അച്ഛനമ്മയ്ക്കും ഒരു ബന്ധവുമില്ല. അത് സൂക്ഷ്മ ശരീരമാണ്. അത് വലിയ എനർജിയുടെ കുഞ്ഞ എനർജിയാണ് നിങ്ങൾ. ഇതാണ് സത്യം. അതല്ല എങ്കിൽ ഇപ്പൊ ഒരു ഭർത്താവ് മരിച്ചു, ഭാര്യ അയ്യോ എന്റെ ഭർത്താവ് മരിച്ചതിന് കാര്യം നമ്മൾ ചോദിക്കാൻ നിങ്ങളെ ഭർത്താവിലേക്ക് അടുത്തെന്ന് വെച്ചാൽ സ്ത്രീ എങ്ങനെ മറുപടി പറയും? നിങ്ങൾ ശരീരമാണ് എന്ന് വിശ്വസിക്കുകയാണെങ്കിൽ ഞാൻ ചോദിക്കുന്ന ആ ശരീരം അവിടെ ഭംഗിയായി വെച്ചാൽ പോരെ. നിങ്ങളത് ദേശിക്കൊന്നും വേണ്ട. ആ ശരീരത്തെ ഏറ്റവും നല്ല രീതിയിൽ വെക്കും. എന്റെ ഭർത്താവ് ജീവിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞാൽ നിങ്ങൾ അംഗീകരിക്കുക. അപ്പോ ഒരാളുടെ മരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാളുടെ ശരീരത്തിൽ നിന്ന് ഒരു സാധനം പോകുന്നതിനെയാണ് മരണം എന്ന് പറയുന്നത്. ഒരാളുടെ ശരീരത്തിലേക്ക് ഒരു സാധനം വരുന്നതിനെയാണ് ജന്മം എന്ന് പറയുന്നത്. മരണം എങ്ങനെയാണെങ്കിൽ ജന്മം അതിന്റെ ഓപ്പോസിറ്റ് അല്ലേ വരിക? നിങ്ങളൊന്ന് ആലോചിച്ചു. അപ്പൊ ഈ സൂക്ഷ്മ ശരീരം നമ്മുടെ ശരീരത്തിൽ നിന്ന് നഷ്ടപ്പെടുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു? അയ്യോ ഇയാൾ മരിച്ചു പറഞ്ഞ് ഇയാൾ കത്തിക്കും. ദാറ്റ് ഈസ് അച്ഛനും അമ്മ ഉണ്ടാക്കിയിട്ട സ്ഥൂല ശരീരത്തെ യഥാർത്ഥത്തിൽ നമ്മൾ മരിച്ചു കഴിയുമ്പോൾ നമ്മൾ കത്തിക്കാണ് ചെയ്യുന്നത്. ഇത് എപ്രകാരം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു മൊബൈൽ, നല്ല വില കൂടിയ ഒരു മൊബൈൽ എടുത്തോ, അതിനുള്ളിൽ ഒരു സിം ഉണ്ടെന്ന് സങ്കല്പിച്ചോ. അല്ല സങ്കല്പിക്കല്ല, ആ സിം ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് കോൾ വരൂ. നിങ്ങൾ ആലോചിച്ചു, നിങ്ങൾ ലോകത്ത് 1 കോടിയുടെ ഒരു മൊബൈൽ മേടിച്ചാലും അതിലൊരു കോൾ വരണമെങ്കിൽ എന്ത് വേണം? അതിൽ സിം എന്ന സാധനം വേണം. പക്ഷെ സിം നിങ്ങൾ കാണുന്നില്ല. ചിന്തിച്ചു, അതിനുള്ളിലുള്ളതാണ്. ഇതേപോലെ നിങ്ങൾ എത്ര സൗന്ദര്യമുണ്ട്, എത്ര എന്ത് പറഞ്ഞിട്ട് കാര്യമില്ല, നിങ്ങൾ ഈക്വൽ ടു മൊബൈലിന്റെ തുല്യമാണ്. നിങ്ങൾ ഓടിച്ചാടി നടക്കണമെങ്കിൽ അതിന്റെ ഉള്ളിലെ മൊബൈലിന്റെ സിം പോലെ നിങ്ങളുടെ ഉള്ളിൽ ഒരു ആത്മാവ് എന്ന സാധനം വേണം. അതാണ് ഞാൻ പറയുന്ന സൂക്ഷ്മ ശരീരം. ആ സൂക്ഷ്മ ശരീരം ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് അത് കോളം വരുള്ളൂ എന്ന് പറഞ്ഞോളൂ നിങ്ങൾക്ക് ഓടിച്ചാടി നടക്കാൻ പറ്റുള്ളൂ. ഇതാണ് സത്യം. ഇനി 3ാമത്തെ ശരീരമാണ് കാരണ ശരീരം. അത് നമ്മൾ ജീവിച്ചിരിക്കുന്ന സമയത്ത് നമ്മുടെ നിഴലിനെ കാരണ ശരീരം അഥവാ പ്രേത ശരീരം എന്ന് വിളിക്കാം. എന്താണ് പ്രേതം? പ്രേതം തന്നെ എ മൈൻഡ് വിതൗട്ട് എ ബോഡി. ഒരാൾക്ക് ആഗ്രഹങ്ങൾ ഉണ്ടാവുകയും അല്ലെങ്കിൽ മനസ്സുണ്ടാവുകയും നിങ്ങൾക്ക് ശരീരം ഇല്ലാതിരിക്കും ചെയ്ത് എങ്ങനെയുണ്ടാവും? ഞാൻ പറയുന്നത്, നമുക്ക് ഉച്ചഭക്ഷണ നമുക്ക് ഭയങ്കര വിശക്കുന്നു. നിങ്ങൾക്ക് ശരീരം ഉള്ളതുകൊണ്ടല്ലേ നിങ്ങൾക്ക് അത് കഴിക്കാൻ പറ്റുന്നത്. ശരീരം ഇല്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യും? വെറുതെ. ഇതിനെയാണ് പ്രേതം എന്ന് പറയുന്നത്. എല്ലാ ആഗ്രഹങ്ങളും ഉണ്ടാവുകയും നിങ്ങൾക്ക് അതിനുള്ള ശരീരമില്ലാതെ വരുന്ന അവസ്ഥയെയാണ് പ്രേതം എന്ന് പറയാം. അപ്പൊ മരിച്ചു കഴിഞ്ഞാൽ ഈ ലോകത്തിന്റെ വരെ ആരൊക്കെ മരിച്ചിട്ടുണ്ടോ അവരുടെയൊക്കെ പ്രേതം നമ്മുടെ ഈ ലോകത്തുണ്ട് എന്നുള്ളതാണ് സത്യം. എ മൈൻഡ് വിതൗട്ട് എ ബോഡി. അവർക്ക് നിങ്ങൾക്കുള്ള എല്ലാ വിചാരങ്ങളും ഉണ്ട്, പക്ഷെ അവർക്ക് ശരീരമില്ല എന്നുള്ളതാണ് സത്യം. ഇതാണ് ഒരു വ്യക്തി 3ആയിട്ട് വരുന്നത്. ശരി, അപ്പൊ ഇവരുടെ ചോദ്യത്തിലേക്ക് വരാം. അതായത് ഒരു വലിയ ശക്തിയുണ്ട്, ആ ശക്തിയുടെ കുഞ്ഞ എനർജിയാണ് നമ്മൾ. ഇനി നരകം സ്വർഗം എന്നൊക്കെ നമ്മൾ പറയുന്ന, ഞാൻ മനസ്സിലാക്കി വരുന്നത്, ഈ നരകം സ്വർഗമൊന്നും ഇല്ല. ആക്ച്വലി ഈ സൂക്ഷ്മ ശരീരം നമ്മുടെ ശരീരത്തിൽ നിന്ന് വേർവിട്ട് പോകുമ്പോൾ നേരെ നമ്മൾ അന്തരീക്ഷത്തിൽ ഭയങ്കര ഹെവി ആയിട്ട് പോകും. ഇതാണ് സംഭവിക്കുക. നമ്മുടെ കണ്ണ് സംഭവിച്ചു കഴിഞ്ഞാൽ ഈ സൂക്ഷ്മ ശരീരം ഹെവി ആയിട്ട് പോകും. ഇത് പോയിട്ട് വേറെ ഏതെങ്കിലും ഒരു അച്ഛനമ്മ ഉണ്ടാക്കിയിട്ട് ഒരു മാംസക്കട്ടിയിലേക്ക് നിങ്ങൾ പോകും. പക്ഷേ ഈ പോകുന്ന പോക്കിൽ എന്ത് സംഭവിക്കുന്നു വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളുടെ സിം ആണെന്ന് ഞാൻ നേരത്തെ പറഞ്ഞു, മൊബൈലിന്റെ സിം പോലെ നിങ്ങൾ ഇവിടെ ജനിച്ച അന്ന് മുതൽ മരിക്കുന്ന അന്ന് വരെ നിങ്ങൾ എന്തൊക്കെ ചിന്തിച്ചിട്ടുണ്ടോ, എന്തൊക്കെ പ്രവർത്തിച്ചിട്ടുണ്ടോ, ഇതെല്ലാം നിങ്ങളുടെ സിമ്മിൽ റെക്കോർഡ് ആണ്. എക്സാമ്പിൾ, നമ്മളിപ്പോ വെറുതെ പോകുമ്പോൾ നല്ലൊരു ഫിഗർ, ഒരു പുരുഷൻ വരുമ്പോൾ സ്ത്രീ കഴിക്കാൻ നല്ലൊരു ചെക്കൻ
ഇങ്ങനെയൊക്കെ ഒരാളെ എനിക്ക് ഭർത്താവായി കിട്ടിയെങ്കിൽ ഒരു ചെക്കൻ വിചാരിക്കണം നല്ലൊരു പെൺകുട്ടി ഇവിടെയൊക്കെ എനിക്ക് ഭാര്യയെ കിട്ടിയെങ്കിൽ, അല്ലെങ്കിൽ നമുക്ക് ഒരു ദേഷ്യം പിടിച്ചു. അപ്പൊ നമ്മളിപ്പോ നമ്മളെ മാഷുമായിട്ട് അല്ലെങ്കിൽ നമുക്ക് നല്ല പ്രായമുള്ള ആൾക്കാർ ഇയാളെയൊക്കെ കൊണ്ടുവന്നാൽ നല്ലത്, നമ്മൾ വെറുതെ ചിന്തിച്ചു. നമ്മള് കുറച്ച് ദിവസം കഴിഞ്ഞ് ഇയാളൊക്കെ ഫ്രണ്ട്ഷിപ്പായി. നിങ്ങളുടെ ആ ഒരു ചിന്ത അവിടെ റെക്കോർഡാണ്. അത് നിങ്ങൾക്ക് ഒരിക്കലും മാറ്റാൻ പറ്റില്ല. നിങ്ങളുടെ സിമ്മിൽ ഇത് റെക്കോർഡാണ്. അപ്പൊ നിങ്ങൾ ഈ മരിച്ചു പോകുമ്പോഴും നിങ്ങൾ ഇത്രയും കാലം ചിന്തിച്ചതും തമാശക്ക് ചിന്തിച്ചതും വെറുതെ ചിന്തിച്ചതും സീരിയസ് ആയി പറഞ്ഞതും ഒക്കെ റെക്കോർഡായിട്ട് പോകും. ഇത് നെക്സ്റ്റ് ഇതിൽ ഈ പുതിയ ശരീരത്തിലേക്ക് നിങ്ങൾ കയറുമ്പോൾ ആ സിമ്പിൾ ഇത് റെക്കോർഡാവും. അതിന്റെ റിസൾട്ടാണ് നിങ്ങൾ പിന്നത്തേന് അനുഭവിക്കുക. ഇതാണ് വരുന്നത്. ഇനി എന്തുകൊണ്ട് ഇത്രയും ദൈവങ്ങളും മതങ്ങളും ഒക്കെ വന്നു വിചാരിച്ചു കഴിഞ്ഞാൽ ആ ഒരു ശക്തിയെ പല രീതിയിൽ കാണുന്നതിന്റെ പ്രശ്നങ്ങളുണ്ട്. എക്സാമ്പിൾ, ഇപ്പോ എന്റെ അച്ഛനമ്മ പറയാണ് ഇവന്റെ പേര് മകൻ എന്നാണെന്ന് പറയുന്നു, ശരി. പക്ഷെ അയൽവാസി പറയാണ് ഇയാളുടെ പേര് മകൻ എന്നല്ല, ഇയാളുടെ പേര് അയൽവാസി എന്നാണെന്ന് പറയുന്നു. ഞാനിപ്പോ കല്യാണം കഴിച്ചതിന്റെ ഭാര്യ പറയാണ് ഇയാളുടെ പേര് മകനും അയൽവാസിയും തന്നെ, ഇയാളുടെ പേര് ഭർത്താവ് എന്നാണെന്ന് പറയുന്നു. മക്കളുടെ മക്കൾ പറയാണ് ഇയാളുടെ പേര് ഒന്നുമില്ല, ഇയാളുടെ പേര് അച്ഛൻ എന്നാ പറഞ്ഞത്. ഇവര് തമ്മിൽ അടികൂടിയാലൊക്കെ ഉണ്ടാവും. ആക്ച്വലി ഒരേ കാര്യത്തെ വിവിധ പെർസെപ്ഷനിൽ കാണുമ്പോൾ വ്യത്യസ്തമായ ആളുകൾ പറയുന്നതാണ്, ശരി. ഇനി നരകം സ്വർഗം എന്നുള്ളത് ഒരു കഥാരൂപത്തിൽ ചിന്തിച്ചാൽ കറക്റ്റാണ്. കാരണം നമ്മുടെ ശരീരത്തിൽ നിന്നും ഈ സൂക്ഷ്മ ശരീരം വേർപെടുമ്പോൾ നിങ്ങൾ വലിയ വേദന അനുഭവിക്കുന്നതാണ് സത്യം. ഇവിടെ അത്യാവശ്യം പാപങ്ങൾ ചെയ്ത ഒരു മനുഷ്യൻ മരിക്കുമ്പോൾ ഈ സൂക്ഷ്മ ശരീരം പോകുന്നത് വലിയ വേദനകളിലൂടെ കടന്നു പോകുന്നു. ഇതിനൊരു കഥാരൂപത്തിൽ വേണമെങ്കിൽ നമുക്ക് അങ്ങനെ പറയാം. നിങ്ങൾ അവിടെ ചട്ടിയിലിട്ട് വറുക്കുന്ന പാട്ട് അപ്പൊ അത് കറക്റ്റാം ആ രീതിയിൽ. അല്ലാതെ നമ്മൾ ഇതേപോലെ ഒരു ശരീരമായിട്ട് നമ്മൾ ചെയ്തിട്ടില്ല. ഇനി കുറെ നന്മ ചെയ്ത മനുഷ്യനാണെങ്കിലും ഈ കഥയിൽ പറഞ്ഞത് കറക്റ്റാ. ആ വ്യക്തി ഭയങ്കര സന്തോഷം അനുഭവിക്കും. ആ സന്തോഷത്തെ എങ്ങനെ ഞാൻ ഡിഫൈൻ ചെയ്യണം? ഇന്നാണ് ഞാനൊരു ബുക്ക് എഴുതി ഞാനിത് പറയേണ്ടത്. നിങ്ങൾ മരിച്ചു കഴിഞ്ഞാൽ, കാരണം സാധാരണ മനുഷ്യന്മാർക്ക് മനസ്സിലാകുന്ന ഭാഷയിലുണ്ടെങ്കിൽ അവിടെ സ്വർഗത്തിൽ മൊത്തം 7 സ്റ്റാർ ഹോട്ടലാണ്, അവിടെ ഫ്രീ വൈഫൈ ആണെന്ന് പറയേണ്ടത്. കാരണം അത് ഒരു മനുഷ്യന്റെ മാക്സിമം സന്തോഷം എന്താണെന്ന് ചോദിച്ചാൽ ഒരാളിപ്പോ എന്താ പറയാ, ആ സന്തോഷം ഞാൻ അവിടെ എഴുതാനുള്ള അവസ്ഥയിലെത്തും. യഥാർത്ഥത്തിൽ നരകവും സ്വർഗവുമല്ല, ഒരു അവസ്ഥ എന്ന രീതിയിൽ അത് കറക്റ്റാണ്. നമ്മുടെ ശരീരത്തിൽ നിന്ന് വിട്ടുപോകുമ്പോൾ നന്മ ചെയ്ത മനുഷ്യന് അടുത്ത ഒരു ശരീരം കിട്ടുന്നത് വരെ, ഇപ്പോൾ മരിച്ച ഉടനെ ഒരു ശരീരം കിട്ടുന്നില്ല, വളരെയേറെ സന്തോഷമോ വളരെയേറെ ദുഃഖമോ അനുഭവിക്കേണ്ടി വരും. ഇതാണ് സന്തോഷം മനസ്സിലാക്കുക. അപ്പോ ഒരു ശക്തിയുണ്ട്. ശക്തിയെ നിങ്ങൾക്ക് വ്യത്യസ്ത പേരിൽ പറയാം. അപ്പൊ ആ ശക്തിക്കുള്ള എല്ലാ ഗുണവും നിങ്ങൾക്കുണ്ട്. ദാറ്റ് ഈസ്, ഒരു സമുദ്രമാണ് ദൈവമെങ്കിൽ ആ സമുദ്രത്തിലെടുത്ത ഒരു ബക്കറ്റ് വെള്ളമാണ് നമ്മൾ. ആ സമുദ്രത്തിലെ വെള്ളവും ഒരു ബക്കറ്റ് വെള്ളവും നിങ്ങൾ ഒരു സയൻസിൽ ഒരു ലാബിൽ കൊണ്ടുപോയി ടെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ രണ്ടിന്റെ ക്വാളിറ്റി വൈസ് ഒന്നാണ്. കാരണം അതിലുള്ള എല്ലാ ഘടകങ്ങളും തന്നെയാണ് ഒരു ബക്കറ്റ് വെള്ളത്തിലുള്ളത്. പക്ഷേ ആ സമുദ്രത്തിന് ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും ചെയ്യാൻ പറ്റില്ല. ഇതുകൊണ്ടാണ് ഒരു ദൈവത്തിന് ചെയ്യാൻ പറ്റുന്ന കാര്യം നിങ്ങൾക്ക് ചെയ്യാൻ പറ്റില്ല. കാരണം അതൊരു സമുദ്രമായതുകൊണ്ട് അതിൽ എത്ര പേർക്ക് വേണമെങ്കിൽ കുടിക്കാം, എത്ര പേര് വെള്ളം എടുക്കാം, അതിന് വേണമെങ്കിൽ സുനാമി ഉണ്ടാക്കാൻ മാത്രം. നിങ്ങൾ ആകെ ഒരു ബക്കറ്റ് വെള്ളമാണ് നേരെ ഒഴിച്ചു കഴിഞ്ഞാൽ വെള്ളം തീർക്കുക. അപ്പൊ നമ്മുടെ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ, നമ്മുടെ പരമമായ ലക്ഷ്യം ഒരു ബക്കറ്റ് വെള്ളമായി നമ്മൾ ഒരു സമുദ്രമായി മാറുന്നത് എങ്ങനെ, ഇതാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. ദൈവത്തിന് ഒരു 100 മാർക്കാണെങ്കിൽ നമുക്ക് 10 മാർക്ക്, 10 എങ്ങനെ 100 ആക്കാന്നുള്ളതാണ്. അപ്പൊ അതിനുള്ളൊരു കാണിച്ച ആൽഫാ തരംഗങ്ങൾ വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ്. അപ്പൊ ഞാൻ അത് കയ്യെപ്പിടി ചിന്തിത്രയൊക്കെ പിടിക്കുന്ന ആൽഫാ തരംഗങ്ങൾ വർദ്ധിപ്പിക്കാനാണ്. ചുരുക്കി പറയാനുള്ളൂ. അപ്പൊ ഇനി നിങ്ങൾക്ക് ദൈവം ഉണ്ടോ ഇല്ലേ എന്നുള്ളത് ഒരു ശക്തിയുണ്ട്, അതിനൊരു സംശയമാണ്. അത് നമ്മളിപ്പോ ഒരു അമ്മയുടെ വയറ്റിൽ കിടക്കുന്ന ഒരു കുട്ടിയോട് മോനെ നീ എടാ ഒരു അമ്മയുടെ വയറ്റിലാന്ന് പറഞ്ഞ ആ കുട്ടിക്ക് ഒരു മൈക്ക് കൊടുത്തു നോക്കും. കുട്ടി പറയും അമ്മയോ, അതാരും ഇതിന് അമ്മയില്ലെന്നാ പറയുള്ളൂ. ലോകത്തെ ഒരു കുട്ടിയും സത്യത്തിൽ അമ്മയെ വിശ്വസിക്കാത്ത കുട്ടിയാണ്. അപ്പൊ നമ്മളൊരു എടാ നീ 3 നേരം വെട്ടി വിടുന്നില്ലേ, ഈ അമ്മ ഉച്ചയ്ക്കും രാവിലേക്കും ഭക്ഷണം കഴിക്കുന്നുണ്ടാണ്. ഉടനെ കുട്ടി വരും. അതങ്ങനെയല്ല, അതിപ്പോ ഒരു 8 മണിയായി കഴിഞ്ഞാൽ പുട്ടും കടലെങ്കിലും വരും. ഉച്ചയ്ക്ക് 1 മണിക്ക് ചോറ് വെക്കും. ഇതൊക്കെ അമ്മ കഴിച്ചോട് കിട്ടുന്നാന്നുള്ളത് കുട്ടി മനസ്സിലായി. അവസാനം കുട്ടി ചോദിക്കുകയാണ്, നിങ്ങൾ അമ്മയുണ്ടെന്ന് കുറെ നേരമല്ലേ, നിങ്ങൾ അമ്മയെന്ന് കാണിച്ചത്. ഇതുപോലെയാണ് ഇവിടുത്തെ നിരീശ്വരവാദികൾ ദൈവമില്ല എന്ന് പറയുന്നത്. ഇവർ ഓൾറെഡി ദൈവത്തിനുള്ളിലാണ് നിൽക്കുന്നത്. ഇവർക്ക് ദൈവം ഉണ്ടോ ഇല്ലെന്ന് അറിയുന്നുണ്ടെങ്കിൽ ഇവർ വൈകിട്ട് വരും. അമ്മയുടെ വയറ്റിൽ കിടക്കുന്ന ഒരു കുട്ടി അമ്മയെ വിശ്വസിക്കാത്ത പോലെയാണ് ഇവിടുത്തെ നിരീശ്വരവാദികൾ വിശ്വസിക്കുന്നത്. അവർ ദൈവം ഇല്ല എന്ന് പറയുന്നു. ഞാൻ മനസ്സിലാക്കുന്നത്, നിങ്ങൾ ഒരു ഗ്ലാസ് വെള്ളത്തിൽ കുറച്ച് പഞ്ചസാര ഇട്ടതിന് ശേഷം, പഞ്ചസാര എവിടെയെന്ന് ചോദിച്ചാൽ പഞ്ചസാര ഓൾറെഡി അനുസരിക്കുന്നതാണ്.
അത് എവിടെ നോക്കിയാലും കഴിക്കുമ്പോൾ നിങ്ങൾക്ക് ആ പഞ്ചസാര ആ മധുരം ഫീൽ ചെയ്യുന്നുള്ളൂ. കാരണം പഞ്ചസാര എങ്ങനെയെങ്കിലും കാണിക്കാൻ പറ്റും. ഇതാണ് സംഭവം. നമ്മൾ ഓൾറെഡി ഉള്ള ദൈവത്തിനുള്ളിലാണ്. അപ്പൊ അതുകൊണ്ടാണ് നമുക്കൊരു ജൂൺ മാസം മഴ പെയ്യുന്നു, അല്ലെങ്കിൽ ഇത് പെയ്യുന്നു, അല്ല 6 മണിക്ക് സൂര്യൻ ഉദിക്കുന്നു. ഞാൻ പറയുന്നത് ഒരു ദിവസം ഇപ്പൊ സൂര്യൻ 6 മണിക്ക് ഉദിച്ചില്ലെങ്കിൽ ഇപ്പൊ എന്ത് ചെയ്യും? നിങ്ങൾ നമ്മുടെ GST ടാക്സ് ഉദിപ്പിക്കുന്നു. അതെ, ചേട്ടൻ ഇങ്ങനെ 6 മണിക്ക് വരണം കേട്ടോ, വൈകുന്നേരം 6 മണിയായി പോകണം കേട്ടോ. അപ്പൊ സൂര്യൻ വരുന്നില്ല, നിങ്ങൾ എന്ത് ചെയ്യും? ഒരു സംശയം. നമ്മളാരും പൈസ കൊടുക്കുന്നില്ല. ഇല്ല, പറഞ്ഞത് അല്ല. സപ്പോസ് എങ്ങനെ സംഭവിക്കുന്നില്ല എന്ന് വിചാരിച്ചു, ഒന്നും ചെയ്യുന്നില്ല, അത് കറങ്ങാണ് ചെയ്യുന്നത്. ഞാൻ പറയുന്നത് ഇങ്ങനെയും ഒരു സംഭവം ഇല്ലാന്ന് കരുതിക്കും. ഈ സൂര്യനെ ഇല്ല, എന്താ ചെയ്യാൻ പോകുന്നത്? അതായത് ഇതിന്റെ പിന്നിൽ കൃത്യമായ ഒരു ശക്തി ഉള്ളതും ഉണ്ട്. അത് ആ ഇപ്പൊ അമ്മ ഭക്ഷണം കഴിക്കുന്ന ഒരു കുട്ടിക്ക് കിട്ടുന്ന പോലത്തെ അവസ്ഥയാണ്. അപ്പോ ആ കാര്യങ്ങൾ അവിടെ കൃത്യം. അതുകൊണ്ടാണ് ഇത് നോക്കിയാൽ പറ്റും. ഇപ്പൊ ഈ മാർച്ച് മാസങ്ങളിലല്ലേ കൂടുതലും ഫ്രൂട്ട്സ് എല്ലാം ഉണ്ടാവുന്നത്. ശരിക്കും പറഞ്ഞാൽ ഈ ഒരു ശക്തി നമ്മളെ ബുദ്ധിമുട്ടിക്കേണ്ടാന്ന് വിചാരിച്ച എല്ലാ കാര്യവും ഇവിടെ ചെയ്തു. നിങ്ങളെ ഒരു രീതിയിലും ബുദ്ധിമുട്ടിക്കേണ്ടാന്ന് വിചാരിച്ചിട്ട് എല്ലാ കാര്യങ്ങളും. പക്ഷെ നമ്മളുടെ ബുദ്ധി കൂടുതൽ കൊണ്ടാണ് ഈ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നത്. കാരണം ഒരു മനുഷ്യന്റെ ഭക്ഷണമായിട്ട് പറയുന്നത് പുല്ല് ഭക്ഷണമാണ് കഴിക്കുന്നത്. അങ്ങനെയാണ് നമ്മുടെ പല്ലൊക്കെ ആദ്യം ലെവലിലാണ് വരുന്നത്. ഒരു സിംഹത്തിന്റെ പല്ല് പോലെ അല്ലല്ലോ നമ്മുടെ പല്ല് വരുന്നത്. കുറച്ചുകൂടെ സിമ്പിൾ ഭക്ഷണം. നമ്മൾ ഹെവി ആയിട്ടുള്ള ഭക്ഷണം കഴിക്കുമ്പോഴാണ് വരുന്നത്. ഇപ്പം ഈ കപ്പയായാലും അല്ലെങ്കിൽ ഈ മണ്ണിന്റെ അടിയിൽ വരുന്ന ഏത് ഭക്ഷണം, നമ്മൾ ഉണ്ടാക്കുന്ന എല്ലാ ഭക്ഷണവും എലി, പെരിച്ചാഴി ഇതിനൊക്കെ ഉദ്ദേശിച്ചിട്ടാണ്. നമുക്ക് എന്ത് കിട്ടിയാലും നമ്മൾ കഴിക്കും, വേറെ വിഷയം. ഇപ്പൊ പാലാണെങ്കിൽ ഒരു ഗ്ലാസ് പാല് കുടിച്ച് കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് ദഹനത്തിന് പ്രശ്നമുണ്ട്. കാരണം പശുവിന്റെ പാല് യഥാർത്ഥത്തിൽ പശുവിന്റെ കുട്ടിക്ക് ഉദ്ദേശിച്ചിട്ടുള്ളതാണ്. അതൊരു പരിധി. അപ്പൊ നമ്മളതല്ലാത്ത ഭക്ഷണം നമ്മൾ വിട്ടുപിടിക്കുന്നത് കൊണ്ടാണ് നമുക്ക് പല അസുഖങ്ങളും ഉണ്ടാകുന്നത്. ഇതാണ് സത്യം. നമ്മൾ നമ്മളതായ ഭക്ഷണം മാത്രം കഴിച്ചു ഒരിക്കലും നമുക്ക് പ്രശ്നം ഉണ്ടാവില്ല. എക്സാമ്പിൾ, നിങ്ങൾ പച്ചക്കറിയാണ് കൂടുതൽ കഴിക്കുന്ന ഒരു വ്യക്തിക്ക് വലിയ അസുഖങ്ങൾ ഉണ്ടാവാറില്ല. നമ്മൾ വെറുതെ ആലോചിച്ചു. നിങ്ങൾ ഈ കൂടുതൽ എണ്ണയും ബാക്കിയുള്ള സാധനങ്ങൾ ചെയ്യുന്നതുകൊണ്ടാണ് കൂടുതൽ ഇറച്ചിമീൻ കൂടുതൽ കഴിക്കുന്നവർക്കെല്ലാം പറഞ്ഞാൽ കൂടുതൽ അസുഖം ഉണ്ടാകുന്ന ഇറച്ചിമീൻ കൂടുതൽ കഴിക്കുന്നവർക്ക്. കാരണം നമ്മുടെ ഭക്ഷണം അല്ലാതെ നമ്മുടെ അല്ലാത്തൊരു ഭക്ഷണം കഴിച്ചാൽ അതുകൊണ്ട് ഇറങ്ങൂലെന്നല്ലേ പറഞ്ഞത്. അങ്ങ് ഇറങ്ങുകയൊക്കെ ചെയ്യും, പക്ഷേ അത് നമ്മുടെ ശരീരത്തിന് പല പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു. അതുകൊണ്ട് ദൈവം ചാർട്ട് ചെയ്ത രീതി വെച്ച് നോക്കുകയാണെങ്കിൽ നമുക്ക് ഒരു പ്രശ്നം ഉണ്ടാവില്ല. പിന്നെ നമ്മളാണ് ഇവിടുത്തെ മരങ്ങൾ മുറിച്ചിട്ടും ഇവിടുത്തെ പ്രകൃതിയുടെ താളം തെറ്റിക്കുന്നത് നമ്മളാണ് ഇവിടുത്തെ കായൽ കൈയേറുന്നു, അല്ലെങ്കിൽ സമുദ്രം കൈയേറുന്നു, അങ്ങനെ പ്രശ്നമാണ്. യഥാർത്ഥത്തിൽ ഈ വലിയ ശക്തിയുടെ പെർസെപ്ഷനിൽ നിങ്ങൾക്ക് ഒരു പ്രശ്നമില്ലാതെ പോകാനുള്ള രീതിയിൽ തന്നെയാണ് അത്യാവശ്യം ചെയ്തിരിക്കുന്നത്. നമ്മൾ പരിധി വിടുന്നത് കൊണ്ടാണ് പ്രശ്നം ഉണ്ടാകുന്നതാണ് ഞാൻ വിചാരിക്കുന്നത്. ഒരുപാട് ചാരിറ്റി വർക്കുകൾ ചെയ്യുന്നുണ്ടല്ലോ. ഈ ചാരിറ്റി വർക്കുകൾ ചെയ്യാൻ അല്ലെങ്കിൽ പ്രചോദനമായത് എന്താണ് പറയുന്നു? യഥാർത്ഥത്തിൽ എന്നെ സംബന്ധിച്ചിടത്തോളം ചാരിറ്റി എന്നോ അല്ലെങ്കിൽ ഒരാളെ സഹായിക്കുക എന്നുള്ളതിനെക്കാട്ടി ഞാൻ എന്റെ അച്ഛൻ എനിക്ക് പറഞ്ഞു തന്നൊരു കാര്യമാണ്. ഈ ഭൂമി യഥാർത്ഥത്തിൽ നമ്മളൊക്കെ ഒരുപാട് പേരുടെ അറിഞ്ഞോ അറിയാതെയോ പലരുടെയും സഹായ സഹകരണം കൊണ്ട് തന്നെയാണ് നമ്മളൊക്കെ ജീവിക്കുന്നത്. ഇപ്പൊ നമ്മള് ഒരു കിലോ അരി മേടിക്കുമ്പോൾ നമ്മൾ അതിന് 50 രൂപ കൊടുത്തു എന്ന് പറയുമ്പോ അങ്ങനെ ഒരു കർഷകൻ ഇവിടെ അരി ഉണ്ടാക്കുന്നില്ല, എന്ത് ചെയ്യും? ഇനിയുണ്ട്, നമ്മൾ പൈസ കൊടുത്തു അതുകൊണ്ട് ആ ബന്ധം തീർന്നു അങ്ങനെ പറയാൻ പറ്റുന്നില്ല. അപ്പൊ ഏത് കാര്യത്തിലായാലും പറയുന്നത് എല്ലാ കാര്യത്തിലും ജാതി മതം രാഷ്ട്രീയമൊക്കെ നോക്കുന്നവർ പോലും ഇപ്പൊ ഒരു ബ്ലഡ് ആവശ്യം വന്നു കഴിഞ്ഞാൽ അവിടെ ആരുടെ ആയാലും നമുക്ക് വേണമല്ലോ. ആ കർഷകന്റെ ജാതി മതം രാഷ്ട്രീയം നമ്മൾ നോക്കില്ല. അപ്പൊ അവനവന്റെ കാര്യം വരുമ്പോ ഇത്തരം കാര്യങ്ങളൊന്നും നമ്മൾ എവിടെ ശ്രദ്ധിക്കാറില്ല, മറ്റു കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുകയും ചെയ്യും. അപ്പൊ എന്നോട് പറഞ്ഞ ഒരു വ്യക്തിക്ക് മാത്രമായി നമ്മുടെ പല നേട്ടങ്ങളായാലും, നിങ്ങൾ IAS ഓഫീസർ ആയാലും, നിങ്ങൾ ഡോക്ടർ ആയാലും, നിങ്ങൾ കളക്ടർ ആയാലും, മുഖ്യമന്ത്രി ആയാലും, പ്രധാനമന്ത്രി ആയാലും, യഥാർത്ഥത്തിൽ മറ്റുള്ള ഒരുപാട് പേരുടെ പ്രാർത്ഥനയും മറ്റുള്ളവരുടെ കൂടി ഇതിലാണ് വരുന്നത്. എന്നിട്ട് ഒരു വൃക്ഷമാണെങ്കിൽ നമ്മൾ കാണുമ്പോൾ അത് വൃക്ഷമാണ്. ആ വൃക്ഷത്തെ അങ്ങനെ നിലനിർത്തുന്നത് അതിന്റെ അടിയിലുള്ള വേരുകളാണ്. അല്ലെങ്കിൽ സച്ചിൻ ടെണ്ടുൽക്കർ ആയാലും, കോഹ്ലി ആയാലും, വേറെ ആരായാലും, സുപ്രധാനന്മാരായാലും പുറമേ നിന്ന് നോക്കുമ്പോൾ നമ്മൾ അവരെ കാണുന്നു എന്നേ ഉള്ളൂ. പക്ഷെ യഥാർത്ഥത്തിൽ അവരെ ആക്കുന്നത് അവരുടെ ആരാധകരാണ്. ഈ പറയുന്ന ആരാധകരില്ലെങ്കിൽ ഇവരൊന്നുമില്ല. ഇതാണ് സത്യം. അപ്പൊ അതുകൊണ്ട് നമ്മളുടെ നേട്ടങ്ങളെ എനിക്ക് കിട്ടി എന്ന് മാത്രം നമ്മൾ അങ്ങനെയാണല്ലോ. കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ ഞാൻ കല്യാണം കഴിച്ചു, എനിക്ക് സ്കോളർഷിപ്പ് കിട്ടി. അപ്പൊ ഭർത്താവ് മരിച്ചു കഴിഞ്ഞാൽ അയ്യോ എന്റെ ഭർത്താവിനെ ദൈവം എടുത്തേന്നാണ് പറയാം. ഈ നഷ്ടത്തിന്റെ ഉത്തരവാദിത്തം ദൈവത്തിനാണ്. ഇപ്പോഴാണ് നമുക്ക് ജോലി കിട്ടുന്നില്ല, ദൈവം എനിക്കൊരു ജോലിയും തരുന്നില്ല. ഒക്കെ നഷ്ടത്തിന്റെ ഒക്കെ ഉത്തരവാദിത്തം ദൈവത്തിന്. ജോലി കിട്ടി എനിക്ക് ജോലി കിട്ടിയിട്ടുണ്ടോ? കാരണം ദൈവം എനിക്കൊരു ജോലി തന്നു പറയുന്നവരൊക്കെ അപൂർവമാണ്. ദൈവം എനിക്കൊരു സ്കോളർഷിപ്പ് തന്നു പറയുന്ന ഒരു അപൂർവമാണ്. എനിക്കൊരു സ്കോളർഷിപ്പ് കിട്ടി, ഇങ്ങനെയാണോ?
അപ്പോ യഥാർത്ഥത്തിൽ നമ്മൾ എന്ത് നേട്ടങ്ങൾ നേടുന്നതും നേരെ ആളുകൾ കാണുന്നില്ല എന്നേ ഉള്ളൂ. കുറെ പേരുടെ അവരുടെ എഫർട്ടും അവരും കൂടെ നമ്മളെ ബൂസ്റ്റ് ചെയ്തുകൊണ്ടാണ് നമ്മൾ എത്തുന്നത്. ദാറ്റ് ഈസ് മറ്റൊരു ഭാഷ പറഞ്ഞാൽ നമ്മൾ എന്തും പകുതിയാക്കിക്കുന്നത് പറഞ്ഞ് നിങ്ങൾക്കൊരു 100 രൂപ എന്തെങ്കിലും ജോലി ചെയ്ത് ഒരാൾ തരുന്നേക്ക് മനസ്സിൽ വിചാരിച്ചു നീ 50 അർഹിക്കുന്നുള്ളൂ. ആ മറ്റേ 50 എന്ന് പറയുന്നത് അത് പല ഘടകങ്ങളെ ആശ്രയിച്ചിരിക്കുന്നു. കാരണം ഒരു ജോലി ചിലപ്പോൾ ആ ജോലിക്ക് നമ്മളെ സഹായിച്ച ഒരാളുണ്ടാവും, അയാൾ നേരെ നമ്മുടെ മുന്നിലേക്ക് വരുന്നില്ല, അത് ചിലപ്പോൾ നമ്മൾ അറിയുന്നില്ല. അതുകൊണ്ട് എന്ത് കിട്ടുകയാണെങ്കിലും പകുതി മറ്റുള്ളവർക്ക് കൊടുക്കണം. 100% സന്തോഷപ്പെടുത്തുന്ന മനുഷ്യൻ അറിയിക്കുന്നില്ല. ഈ ലോകത്തെ സന്തോഷ് പണ്ഡിറ്റ് കാണേണ്ടത് സന്തോഷ് പണ്ഡിറ്റ് പ്ലസ് 770 കോടി ജനങ്ങളും അവിടുത്തെ ജീവജാലങ്ങളും മൃഗങ്ങളും അടക്കമാണ്. കാരണം ഇപ്പൊ നമ്മൾ മൊബൈലാണ്, നമ്മൾ കമ്പ്യൂട്ടർ യൂസ് ചെയ്ത് ഇപ്പൊ നമ്മൾ കണ്ടുപിടിച്ചാണ്. ഇപ്പൊ നമ്മുടെ കമ്പ്യൂട്ടറിലെ പല സോഫ്റ്റ്വെയർ നമ്മളെന്താണ് ചെയ്യുന്നത്, ക്രാക്ട് വേർഷൻ ഒക്കെ അല്ലേ. നിങ്ങൾ ആലോചിച്ച് നോക്കുക, അത് ശരിക്കും ആ ഫോട്ടോഷോപ്പോ മറ്റോ കഷ്ടപ്പെട്ട് കണ്ടുപിടിച്ചെടുത്തിട്ടുണ്ട്. നിങ്ങളിങ്ങനെ അവിടെ കൊടുത്ത് കോപ്പി ചെയ്യുമ്പോൾ അവൻ എന്തെങ്കിലും 1 രൂപ കിട്ടുന്നുണ്ടോ? കഷ്ടപ്പെടുന്നവൻ അത് പ്രൊഫഷണൽ ആയിട്ടുള്ളവർ മാത്രമാണ് അതിന്റെ ഒറിജിനൽ മേടിക്കുന്നത്. പക്ഷെ നമ്മളിവിടെ കാര്യമായിട്ട് യൂസ് ചെയ്യുന്നു. ഇത് യഥാർത്ഥത്തിൽ അതിന് എത്രയോ ദിവസങ്ങൾ കഷ്ടപ്പെട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അല്ലെങ്കിൽ നിങ്ങൾ ഇതിന്റെ 1 കോടി രൂപ ചെലവാക്കി ഒരാൾ ഒരു സിനിമ എടുക്കുന്നു, വാഹുകൂലി എടുക്കുന്നു. നിങ്ങൾ ഏതെങ്കിലും ഒരുത്തൻ ടെലിഗ്രാമിൽ അതേ സിനിമ നിങ്ങൾ ഇങ്ങനെ കാണുന്നു. യഥാർത്ഥത്തിൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക, അതിന്റെ പിന്നിൽ പ്രവർത്തിച്ചവരെ നിങ്ങൾ ഈ കാണുന്നതുകൊണ്ട് 1 രൂപയുടെ പോയിട്ട് പൈസയുടെ ലാഭം ഒന്നും കിട്ടുന്നില്ല. അവന് മുടക്കുമുതൽ പോലെ ഈ കാര്യത്തിൽ കിട്ടുന്നില്ല. പക്ഷെ നമ്മൾ എന്താണ് ചെയ്യുന്നത്, ഇങ്ങനെ എല്ലാ കാര്യവും മറ്റുള്ളവരുടെ അധ്വാനമാണ്. ഇപ്പൊ നമ്മുടെ ഇന്ത്യ സ്വാതന്ത്ര്യമായി തരുമ്പോൾ അതിന്റെ പിന്നിൽ എത്രയോ പേരുടെ അധ്വാനമാണ്. നമുക്ക് എന്തൊക്കെയാണ് സ്വാതന്ത്ര്യം എന്നൊക്കെ പറഞ്ഞ് നമ്മൾ അതിനെ കാട്ടിക്കൂട്ടുമ്പോൾ അതിന്റെ പിന്നിൽ എഫക്ട് ചെയ്തവന്റെ നമ്മൾ ഒന്നുമല്ല. പക്ഷെ സാറിന് പറഞ്ഞ് ഇപ്പൊ ഈ സ്കൂളാണെങ്കിൽ അടഞ്ഞു കിടന്നു, ഇപ്പൊ 2ാമത് തുടങ്ങി എന്ന് പറയുമ്പോൾ ആ 2ാമത് തുടങ്ങിയതിൽ ഒരുപാട് കഷ്ടപ്പാടുണ്ട്. നമ്മളിപ്പോ ആ കുട്ടികളെ 20 അല്ലെങ്കിൽ 30 വാട്ടം അത് ഒരു കുട്ടീനാണെങ്കിൽ ഒരു കുട്ടിയെ കൊണ്ടുവരാൻ കഷ്ടപ്പാടുണ്ട്. അല്ലെങ്കിൽ മുമ്പ് 400 കുട്ടികൾ വന്നു എന്ന് പറയുമ്പോൾ അതിന്റെ പിന്നിൽ അന്ന് ഇവിടെ പ്രവർത്തിച്ച എത്രയോ ആളുകൾക്ക് കഷ്ടപ്പാടുണ്ട്, ആ മാനേജറിന്റെ കഷ്ടപ്പാടുണ്ട്. ഇതൊന്നും പുറമേ നോക്കുമ്പോൾ നമുക്ക് വേറെ ഇത് ചെയ്യുന്നില്ല. അപ്പൊ അവരോട് പറഞ്ഞത് അറിഞ്ഞോ അറിയാതെയോ ജീവിച്ചോരോ മരിച്ചോരോ ആയിട്ടുള്ള കുറെ പേരുടെ എഫക്റ്റിന്റെ ഫലമാണ് ഒരു വ്യക്തി അനുഭവിക്കുന്നത്. ഒരാൾക്ക് ഒരു ഉന്നത വിദ്യാഭ്യാസം നേടുന്ന പറഞ്ഞാൽ ഞാൻ അച്ഛനും അമ്മയും എത്രയോ കഷ്ടപ്പെടുന്നുണ്ട്. അവരവരുടെ സന്തോഷത്തെ ഒഴിവാക്കിയിട്ടുണ്ട്. അവരവരുടെ ടി വി കാണുന്ന, അവർ പോകുന്ന പല കാര്യങ്ങളും, അവരുടെ പൈസ അവർ കടം വാങ്ങിച്ചതൊക്കെ നമ്മൾ ഇതാക്കിയിട്ടുണ്ടാവും. പക്ഷെ ആളുകൾ കാണുന്ന ആ വ്യക്തി ക്യാരക്ടറായി, അയാൾ വലിയ വീട്ടിൽ നിന്ന് പെണ്ണ് കിട്ടിയാൽ വലിയൊരു ചെക്കൻ, ഇങ്ങനെയൊക്കെ നമ്മൾ പറയും. അതുകൊണ്ട് ഒരിക്കലും ഒരു കാര്യം നമ്മൾ ഫുള്ളായി അർഹിക്കുന്നില്ല, പകുതി മറ്റുള്ളവരോട് അർഹിക്കുന്നതാണ്. അതുകൊണ്ട് എന്ത് കിട്ടുകയാണെങ്കിൽ പകുതി മറ്റുള്ളവർക്ക് കൊടുക്കണം എന്നാണ് അച്ഛൻ പറഞ്ഞതിന്റെ ചുരുക്കം. അപ്പോ അന്ന് ഞാൻ അച്ഛനെ കൊടുത്ത വാക്കാണ്, മരിക്കുന്ന അന്ന് വരെ ഞാൻ അങ്ങനെ ചെയ്യും എന്ന് പറഞ്ഞു. ജോലിയിൽ ഇരിക്കുന്ന സമയത്തും ഞാൻ എനിക്ക് കിട്ടുന്ന ഒരു 50% മറ്റുള്ളവർക്ക് കൊടുക്കും. കാരണം ഈ തിയറി ഞാൻ ശരിക്കും എന്റെ മൈൻഡിൽ വെച്ചു. ഈ സിനിമയിൽ വന്ന സമയത്ത് നമുക്ക് കുറച്ചുകൂടി, കാരണം നമുക്കറിയാം GPF ഇതൊക്കെ കട്ട് ചെയ്തിട്ട് ഇതെല്ലാം അഡ്വാൻസ് ഒക്കെ കഴിഞ്ഞിട്ടല്ലേ കിട്ടുന്നു, കുറച്ചുകൂടെ പരിമിതികളുണ്ടായിരുന്നു. പക്ഷെ സിനിമയിൽ വന്ന ശേഷം കുഴപ്പമില്ല, നമുക്ക് നല്ല നല്ല പ്രോഗ്രാംസ് ഇപ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ടോന്നല്ല, മലയാളി ഹൗസ് പോലത്തെ പരിപാടി, ബിഗ് ബോസ് പോലത്തെ പരിപാടികളിലൊക്കെ പോകുമ്പോൾ നമുക്ക് ഒറ്റയടിക്ക് 26 ലക്ഷം രൂപ കിട്ടും. അല്ലെങ്കിൽ കൂടുതലായി നമുക്ക് ചെയ്യാൻ അവസരം കിട്ടി. അതായത് സന്തോഷ് പണ്ഡിറ്റ് യഥാർത്ഥത്തിൽ ചാരിറ്റി അല്ല ചെയ്യുന്നത്. സന്തോഷ് പണ്ഡിറ്റ് ചെയ്യുന്നത് കിട്ടുന്നതിന്റെ പകുതി എനിക്ക് ഏറ്റവും ശരിയായി തോന്നുന്ന വ്യക്തികൾക്ക് ഞാൻ നേരെ തന്നെ പോയി ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇപ്പൊ തന്നെ ഇപ്പൊ മുണ്ടാക്കിയായിട്ട് ഒരു അമ്മയ്ക്ക് അതിനൊരു കോൺഫിഡൻസൊക്കെ കേട്ടിട്ടുണ്ട്, അവരൊരു 5000 രൂപ പറ്റിച്ചൊരു കേസ്. അപ്പൊ ഈ വിഷയം എന്നെ അറിയിക്കുമ്പോൾ എനിക്ക് വേണമെങ്കിൽ ഒരു 5000 രൂപയുടെ ചെയ്തു കൊടുത്താൽ മതി, അല്ലെങ്കിൽ ഞാൻ ബന്ധപ്പെട്ടവരാ നീ ഇങ്ങനെ ഒരു കാര്യം ചെയ്യുന്ന പറഞ്ഞാൽ മതി. പക്ഷെ സന്തോഷ് പണ്ഡിറ്റ് അവിടെ ഷൂട്ടിംഗ് നിർത്തിയിട്ടാണ് ഇവിടെ വരുന്നത്. എന്തുകൊണ്ട് വരുന്നു? എനിക്ക് ആ സാഹചര്യം പഠിക്കാനും, അല്ല നമ്മൾ ന്യൂസിൽ വായിച്ച കാര്യങ്ങളുടെ ഒരു നിജസ്ഥിതി, അത് കളവ് പറഞ്ഞിട്ടല്ലോ, എന്ത് കാര്യം അതിന് പ്രായോഗികമായിട്ട് പഠിക്കാനും അതിലുപരിയായി ഒരു വ്യക്തിക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടോ, ഉണ്ടെങ്കിൽ നമുക്ക് ചെയ്യാം, നാളെ ഇന്നല്ലെങ്കിൽ. അപ്പൊ അതുകൂടെ വിചാരിച്ചിട്ടാണ്. അപ്പൊ ഞാൻ ഒന്നുകിൽ കുട്ടികളെ പഠിപ്പിക്കുക, അതല്ലെങ്കിൽ ഒരാൾക്ക് എന്തെങ്കിലും ജോലി ചെയ്ത് ജീവിക്കാൻ, അതിനാണ് ഞാൻ കുറച്ചുകൂടെ പ്രാധാന്യം കൊടുക്കുന്നത്. ഇതാണ് സമയം. അപ്പൊ അത് മറ്റുള്ളവർക്ക് കാണുമ്പോൾ സന്തോഷ് പണ്ഡിറ്റ് ചാരിറ്റി ഇതിനകത്ത് തോന്നുന്നതാണ്. യഥാർത്ഥത്തിൽ സന്തോഷ് പണ്ഡിറ്റ് ചെയ്യുന്നത് കിട്ടുന്ന വരുമാനത്തിന്റെ 50% കൊടുക്കുക എന്നതാണ്. പക്ഷേ ഈ കൊറോണ പീരീഡിൽ എനിക്ക് വരുമാനമില്ലാതെ വരികയും കൊടുക്കൽ മാത്രമായപ്പോ അവസാനം കൊടുത്തു 100% സ്വന്തം സിനിമ റിലീസ് ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് ഞാൻ എത്തുകയും ചെയ്യുന്നതാണ്. ഞാൻ പഴയ സ്റ്റോറി അത്യാവശ്യം പ്രോഗ്രാംസ് ഒക്കെ കിട്ടുന്നു. ചാരിറ്റി എന്നതിലൊക്കെ എന്റെ എത്തിക്സ് ആണ് അതിന്റെ കാര്യം. ഇത് തന്നെയാണ് എന്റെ പ്രചോദനം. TRT കമ്പനി LP സ്കൂൾ ഈ പരിപാടിക്ക്
ഇവിടെ പങ്കെടുക്കാൻ സാധിച്ചതിനും 72ാമത് സ്കൂൾ വാർഷികത്തിന്റെ നല്ല മുഹൂർത്തത്തിൽ നിങ്ങളോടൊപ്പം പങ്കുചേരാൻ സാധിച്ചതിൽ വളരെ സന്തോഷമുണ്ട്. കാലോചിതമായ മാറ്റങ്ങൾ എല്ലായിടത്തും വേണം. അത് നമ്മുടെ സ്കൂളിൽ ഭാവിയിൽ ഉണ്ടാകുമെന്ന്, ഭാവി കൂടുതൽ പഴയതുപോലെ തന്നെയുള്ള പ്രൗഢഗംഭീരമായ ഒരു സ്കൂളായി മാറട്ടെ എന്ന് ആശംസിക്കുന്നു. വീണ്ടും വീണ്ടും ഇവിടേക്ക് ഒരുപാട് പ്രതിഭകൾ കടന്നു വരാൻ ഇടയാകട്ടെ. അതുപോലെ ഈ സ്കൂളിനകം മുഴുവൻ നിറഞ്ഞ കുട്ടികൾ ഇരിക്കുന്ന ഒരവസ്ഥയിലേക്ക് തിരിച്ചു വരട്ടെ എന്നുള്ള ഒരാഗ്രഹത്തോടു കൂടി എന്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി.